ഇറാൻ തുറമുഖങ്ങൾക്കെതിരെ അമേരിക്ക നാവിക ഉപരോധം തുടർന്നാൽ ഹോർമുസ് കടലിടുക്ക് അടച്ചുപൂട്ടുമെന്ന് ഇറാൻ. വെടിനിർത്തൽ കാലയളവിൽ ഹോർമുസ് വാണിജ്യ കപ്പലുകൾക്ക് പൂർണ്ണമായും തുറന്നു നൽകുന്നതായി ഇറാൻ പ്രഖ്യാപിച്ചിരുന്നു. ഇതിന് പിന്നാലെ മേഖലയിൽ നിലവിലുള്ള US നാവിക ഉപരോധം തുടരുമെന്നായിരുന്നു ട്രംപിന്റെ പ്രതികരണം. ഇതോടെയാണ് ഇറാൻ പാർലമെന്ററി സ്പീക്കർ മുഹമ്മദ് ബാഗർ ഖാലിബാഫ് മുന്നറിയിപ്പുമായി രംഗത്തെത്തിയത്. നിശ്ചിത പാതയിലൂടെ ഇറാന്റെ അനുമതിയോടെയാവും കടലിടുക്കിലൂടെ കപ്പലുകൾ കടത്തിവിടുകയെന്ന് എക്സിലെ പോസ്റ്റിൽ ഖാലിബാഫ് കുറിച്ചു. ലബനനിലെ വെടിനിർത്തലിന് ഇസ്രായേൽ തയ്യാറായതിന് പിന്നാലെയാണ് ഇറാൻ കടലിടുക്ക് പൂർണ്ണമായി തുറന്നതായി വിദേശകാര്യമന്ത്രി അബ്ബാസ് അഗരാക്ചി കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചത്. കപ്പലുകൾ കടന്നു പോകേണ്ട പാത ഇറാൻ മുൻകൂട്ടി നിശ്ചയിച്ച് നൽകുമെന്നും അഗരാക്ചി പറഞ്ഞിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇറാനുമായുള്ള ബിസിനസ് പൂർത്തിയാവുന്നത് വരെ അമേരിക്കൻ നാവികസേന ഉപരോധം തുടരുമെന്ന് ട്രംപ് വ്യക്തമാക്കുന്നത്. ചർച്ചകൾ പുരോഗമിക്കുകയാണെന്നും ഡീൽ ഉണ്ടായില്ലെങ്കിൽ ഇറാനുമേൽ വീണ്ടും ബോംബുകൾ വർഷിക്കുമെന്നുമായിരുന്നു ട്രംപിൻ്റെ വാക്കുകൾ. വാദപ്രതിവാദങ്ങൾ തുടരുന്നതിനിടെ അമേരിക്കയെ കടന്നാക്രമിച്ചും നിലപാട് വ്യക്തമാക്കിയും മുഹമ്മദ് ബാഗർ ഖാലിബാഫ് വീണ്ടും രംഗത്തെത്തി. നുണകൾ ആവർത്തിച്ച് യുദ്ധം ജയിക്കാൻ അമേരിക്കയ്ക്ക് ആയില്ലെന്ന് ഖാലിബാഫ് പറഞ്ഞു.